എല്ലാവർക്കും സോജത്തൻ ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് 1/2 കിലോ ചിക്കൻ കറിയാണ്. കിലോനാണ് ഇത് ചിക്കൻ. അതിന് വേണ്ടുന്ന ചേരുവകൾ 4 ഉള്ളി, 4 തക്കാളി, 4 പച്ചമുളക്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഒരു വെളുത്തുള്ളി. ഇതെല്ലാം കൂടി നമുക്ക് മുറിച്ചിടാം. എല്ലാം മുറിച്ചിട്ട് കഴിഞ്ഞു. ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടി നമുക്കിനി വെളിച്ചെണ്ണയിലിട്ട് വാട്ടിയെടുക്കാം. ഒരു കുക്കർ അടുപ്പത്ത് വെച്ചു. നമുക്കിനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു. നമുക്ക് ഇതിലേക്ക് ഉള്ളി വെക്കാം. ഉള്ളി പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. മക്കൾക്ക് വരെ ഉണ്ടാക്കാൻ പറ്റുന്ന പച്ചക്കറിയാണ്, ചിക്കൻ കറിയാണ്. എല്ലാ മക്കളും എല്ലാ പെൺകുട്ടികളും ഇത് ശ്രമിച്ച് നോക്കണം ഉണ്ടാക്കാൻ. നമുക്കിപ്പം വേറെ വീട്ടിലെല്ലാം പോയിട്ട് ഉണ്ടാക്കാൻ നോക്കിയാൽ നമ്മൾ വേറെ ആളെ കേൾക്കുന്നുണ്ടോ. അതുകൊണ്ട് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കേണ്ടതാണ്. ഇത് ചിക്കൻ കറിയായിരിക്കും. ഉള്ളി വാടിക്കഴിഞ്ഞു. അപ്പം നമുക്കിതിൽ വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അത് കുറച്ച് സമയം വാട്ടിയെടുക്കണം. അതിലേക്ക് നമുക്ക് കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് മുളക് വാടിക്കഴിഞ്ഞു. പിന്നെ നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നമ്മൾ വാടിക്കഴിഞ്ഞിട്ടാകുമ്പോൾ നല്ലവണ്ണം വാടിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞിട്ടാവും മാത്രമേ ഇതിലേക്ക് ചിക്കൻ ഇടാൻ പാടുള്ളൂ. ചിക്കന് നല്ലോണം മസാല പിടിച്ചിട്ടാകുമ്പോൾ മാത്രമേ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ചിക്കന് മസാല പിടിക്കാതെ ഒരു വെള്ള കളറായി മാറും. അതുകൊണ്ട് ചിക്കന് നല്ലവണ്ണം മസാല പിടിച്ച് യോജിപ്പിക്കുന്നത് വരെ അങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇഞ്ചി, മഞ്ഞൾപ്പൊടി ആദ്യം ചേർത്ത് കൊടുക്കുക. സ്പൂണ് മല്ലിപ്പൊടി, ചെറിയ സ്പൂണാണ്.
1 സ്പൂൺ മല്ലിപ്പൊടി എന്നിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. ഒന്നര സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ്. ഇത് ചില്ലിയും രണ്ടും കൂടിയാണ്. പെരിയ മുളകും നമ്മുടെ സാധാ മുളകും 1 സ്പൂണ് മുളക് പൊടി എല്ലാം കൂടി യോജിപ്പിച്ച് കൊടുക്കണം. പിന്നെ വേണ്ടുന്നത് ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാല 1 സ്പൂണ്, കുറച്ച് ഗരം മസാല, അത് കുറച്ചേ വേണ്ടൂ. ചിക്കൻ മസാല 1 സ്പൂണേ വേണം കേട്ടോ. പിന്നെ വേണ്ടുന്നത് നമുക്ക് പെപ്പർ പൗഡർ, എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലവണ്ണം ചിക്കൻ ഇതിലിട്ടിട്ട് നല്ലവണ്ണം യോജിപ്പിച്ച് കൊടുക്കാം. ഇതിൽ യോജിപ്പിച്ച് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടുന്നത് ആവശ്യത്തിന് ഉപ്പ്. എല്ലാവർക്കും അറിയാമല്ലോ. നമുക്കിപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത്, ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു ആദ്യം പാട്ടൊന്ന് ഉള്ളിൽ. അപ്പോൾ നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടി ഒഴിച്ച് കൂട്ടി ഒഴിപ്പിച്ചിട്ടാകുമ്പോൾ നമുക്ക് കുക്കറിന് മൂടിയിട്ടിട്ട് ഒരു 3 വിസിൽ വരുന്നവരെ വെച്ച് കൊടുക്കാം. 3 വിസിൽ വരുന്നവരെ നമുക്ക് അടച്ചു കൊടുക്കാം. കറിക്ക് കൂട്ടാൻ നമ്മുടെ ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു നല്ല അടിപൊളി ദോശയാണ്. പച്ചരി മാത്രം അരച്ചു ചുടുന്നൊരു ദോശ. പച്ചരി നല്ലവണ്ണം അരക്കുക, ലൂസായി ഇങ്ങനെ കലക്കുക. എന്നിട്ട് നമുക്ക് ചിക്കൻ കറിക്ക് കൂട്ടാൻ ദോശയാണിത്. അപ്പം തന്നെ കുതിർത്തി അരക്കുന്ന ദോശയാണ്, പുളിപ്പിച്ചിട്ടൊന്നുമില്ല. ഇത് ഞങ്ങൾ കുറച്ച് വറ്റി ചോറ് വേണ്ടിയൊക്കെ കൂട്ടും, അല്ലാതെ നമ്മൾ ഇതുപോലെ തന്നെയാണ് ചുടുക. നല്ല ദോശയായിരിക്കും, നല്ല സോഫ്റ്റുള്ള ദോശയായിരിക്കും. ഇതാണ് നമ്മുടെ ദോശ. മലപ്പുറംകാർക്ക് പിന്നെ തെക്കർക്ക് അതൊന്നും അറിയില്ലെങ്കിൽ ഇതെല്ലാം ചുട്ട് നോക്കണം. കാണുന്നവരൊക്കെ ചുട്ട് നോക്കണം. ഇങ്ങനെ അടച്ച് കൊടുക്കുക. നമ്മുടെ ചിക്കൻ കറി റെഡിയായി. ചിക്കൻ കറി റെഡിയായി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. ചിക്കൻ കറി റെഡി, ദോശയും റെഡി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അടിക്കുക, സബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.